കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ ഇലക്ഷൻ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും പൂർത്തീകരിച്ച് കഴിഞ്ഞു. ശക്തമായൊരു മുന്നേറ്റം തന്നെ UDFന് ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും UDFൻ്റെ വോട്ടിംഗ് ശതമാനം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷത്തിൽ തന്നെ വന്നു എന്നുള്ളത് UDFൻ്റെ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെയാണ് അതൊക്കെ വെച്ച് പുലർത്തുന്നത്. ഏതായാലും അതിൽ UDFും ഘടകകക്ഷികളും എല്ലാം നല്ല നിലക്ക് അതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു. ജനങ്ങൾ UDFനോടൊപ്പമാണ്. കാരണം കുറേ കുപ്രചരണങ്ങൾ, അതായത് വർഗീയത മറ്റുമൊക്കെ വെച്ചുകൊണ്ട് UDFനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. UDF ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ പാലക്കാട്ടിനാണല്ലോ വളരെ ശക്തമായൊരു മത്സരം നടന്നത്. അവിടെ UDFന് പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം തന്നെ കേരളത്തിൽ UDF ഇപ്പോഴും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പാലക്കാട് പിന്നെ അവിടെ ആയിരുന്നല്ലോ കൂടുതലായിട്ടും വലിയ പ്രചാരണങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു. അവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും എല്ലാം മുന്നോട്ട് വെച്ച നയങ്ങൾ അതാണ് ശരി എന്ന് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പാലക്കാട് ലീഗും ജമാഅത്ത് ഇസ്ലാമിയും SDP ഒരുമിച്ചിരുന്ന മഴവിൽ സഖ്യത്തിൻ്റെ വിജയം എന്നാണ് ഇപ്പം CPM സംസ്ഥാന പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒന്നാണ്. പ്രിയങ്ക ഗാന്ധിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ 4 കടന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർപ്പൻ ചെയ്യാണ് 18,000-ൻ്റെ മേലെ. അതിനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് ജനവിധിയെ ഒരു മോശമാക്കി പറയലാണ്. 1-2 പാർട്ടികളുടെ പേരും പറഞ്ഞിട്ട് അതിനെ ഇത്രയും വലിയ ഒരു തകർപ്പൻ ജയം UDFനുണ്ടായത്. ചേലക്കരയിൽ വോട്ട് കുത്തനെ കുറഞ്ഞു, UDFൻ്റെ വോട്ടുകൾ കുത്തനെ കൂടി. ഇത് UDFൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ്. അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാൽ ചിരിക്കുകയുള്ളൂ, അല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ പിന്നെ എല്ലാ കുപ്രചരണങ്ങളും ഇപ്പോൾ പാലക്കാട്ട് ഇറക്കിയ ആ സപ്ലിമെൻ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് തന്നെ ആകെ പരിഹാസ്യരായില്ലേ, വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടാവും. കടുത്ത വർഗീയത പ്രചരിപ്പിച്ച് അതുപോലെ തന്നെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഈ ഇലക്ഷൻ കാലത്ത് നടത്തിയത്. ഒരു കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു. UDFൻ്റെ വിജയഗാഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഈ ഭരണവിരുദ്ധ തരംഗം ഇല്ല എന്നുള്ളതാണ് ചേലക്കര സൂചിപ്പിക്കുന്നതെന്ന് CPMൻ്റെ എല്ലാ നേതാക്കളും പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? കഷ്ടിച്ച് രക്ഷപ്പെട്ടത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലേ ഏതാണ്ട് 40,000-ഓളം കഴിഞ്ഞ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ കിട്ടിയ വോട്ട് കുത്തനെ കുറഞ്ഞ് താഴോട്ട് പോകുന്നില്ലേ. 3,000 വോട്ടേ ആ തിരഞ്ഞെടുപ്പിൽ ഷാഫിക്കുണ്ടായിരുന്നത്. അതിപ്പോൾ 18,000ആയി. ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതൊരു ചേലക്കരയിലൊരു തോൽവിയിലെത്താത്തതിന് അവർ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഒരു പഠിക്കൽ ആവശ്യമില്ലേ ചേലക്കരയിൽ തോൽവിയിൽ? ചേലക്കരയിൽ നമ്മൾക്ക് വിജയത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നെ ഒരു ഫാക്റ്റാണ്. എത്താമായിരുന്നു. ഇപ്പോഴത്തെ ഈ ട്രെൻഡായിരുന്നെങ്കിൽ കേരളത്തിൽ UDFൻ്റെ ഒരു ട്രെൻഡാണ് ഉള്ളത്. അതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും ശരി, UDFൻ്റെ ഒരു തരംഗം ആണ് ഈ തെരഞ്ഞെടുപ്പ്, യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എത്ര കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ പോലും 4 കടന്നു. തങ്ങളായിരുന്നു അവിടെ ആദ്യം ചെയർമാനായിരുന്നത്. ആ സമയത്ത് ഉണ്ടായതാണ് റെക്കോർഡ് വോട്ട്. ഇപ്പോൾ അതിനോളായി. അപ്പോൾ വലിയ പാർട്ടിക്കും വലിയ പിന്നെ ഒക്കെ LDFൻ്റെത് ഗവൺമെൻറ്റിൻ്റെ നേട്ടോ വികസനം ഒന്നും ആയിരുന്നില്ലല്ലോ. ഒക്കെ ഒരുമാതിരി ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി BJP നടത്തും പോലെയുള്ള പ്രചരണങ്ങളല്ലേ മുഴുവൻ അവർ നടത്തിയത്. അതിനെ മറികടന്നല്ലേ വിജയം. അതല്ല, ഇനിയിപ്പോൾ വോട്ട് വിശദമായിട്ട് പരിശോധിച്ചതിന് പറയാം. ഇപ്പോൾ UDF തരംഗമാണ്, അതിൻ്റെ മുമ്പിൽ ഒന്നും വെച്ചില്ല. ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുള്ളത് 3ാം സർക്കാരിലേക്കുള്ളൊരു ദിശാസൂചികയാണ് ഈ ഫലങ്ങൾ എന്നുള്ളതാണ്.
അവർക്കങ്ങനെ തോന്നുന്നുണ്ടാവില്ല. ഈ ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇനി UDF-ന്റെ കാലമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പറഞ്ഞ് നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണത്. ഈ ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം വോട്ടായില്ലെന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും പാളിച്ചൽ പറ്റിയിട്ടുണ്ടോ? ഇല്ല, വലിയ നിലയിൽ വോട്ട് കുറഞ്ഞില്ലേ? 40,000 ഈ നിലയിലേക്ക് വന്നില്ലേ? UDF-ൻ്റെത് 3,000 ഈ നിലയിലേക്ക് കൂടിയില്ലേ? തോൽവിയിലെത്തിയില്ല എന്നൊഴിച്ചാൽ UDF-ന് അനുകൂലമായിട്ടാണ് ഇത്തവണത്തെ ജനവികാരം. പെട്ടി വിവാദവും ഈ പത്രത്തിലെ പരസ്യമൊക്കെ വലിയ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല. പത്രപരസ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ഒരു വിഷലിപ്തമായ പരസ്യം കൊടുത്ത് ജനങ്ങളെ രോഷാകുലരാക്കി. അതാണ് വർഗീയ പ്രചരണം കേരളത്തിലെ ജനങ്ങളെ രോഷാകുലരാക്കും എന്നുള്ളതിന് തെളിവാണ് ആ പത്രപരസ്യം, അതിനെതിരായി വന്ന ഈ ജനവിധി. യാതൊരു സംശയവും. ഈ സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള ആ പരസ്യം അത് ഇലക്ഷന് ശേഷം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് എങ്ങനെയായിരിക്കും? അതൊക്കെ ഇനിയിപ്പോൾ വരട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? വോട്ടർമാർക്കൊന്നും നന്ദി സ്ഥലമുണ്ട്. പറഞ്ഞു. പിന്നെ ഒരു മിനിറ്റ്. ഈ കുപ്രചാരണങ്ങൾക്കെല്ലാ ഇടയിലും UDF-ന് വോട്ട് നൽകിയ ജനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുകയാണ്. അവിടെ കുപ്രചാരണങ്ങളൊന്നും വീശിയില്ല. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ അതുതന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുക. ഓക്കെ.